ഹലോ ഗായ്സ്, ഞങ്ങളുടെ ന്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു പുതിയ സർപ്രൈസായിട്ട് ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. ഞങ്ങളുടെ ഫ്രണ്ട്സ്, അത് ഒരു ഫ്രണ്ടല്ല, 2 ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞങ്ങൾ ആദ്യം എന്ത് ചെയ്തു, അവർക്ക് വേണ്ടിയിട്ട് ഒരു 2 സാരി ഓർഡർ എടുത്തു. നമ്മുടെ സിറ്റി മാക്സിൽ നിന്നാണ് കേട്ടോ എടുത്തത്. അത് കഴിഞ്ഞു കേക്ക് ഓർഡർ ചെയ്തു. കേക്കുമായി നടക്കുകയാണ് കേട്ടോ. ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സൊക്കെ അവിടെ എന്താ പറയുക, റോഡിലൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരെല്ലാവരും ചേർന്ന് വീടിൻ്റെ ഉള്ളിലേക്ക് കയറി. അപ്പോൾ കാണുന്നുണ്ടല്ലോ, ഇതൊക്കെയാണ് ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ്. എല്ലാവരോടും 9 മണിക്ക് എത്താൻ പറഞ്ഞതാണ്. ഞങ്ങൾ കുറച്ച് ലേറ്റായി പോയി. 9:30 ആയാലും ഓക്കെ, ഇറ്റ്സ് ഓക്കെ, വി റീച്ച്ഡ്. അപ്പോൾ എന്തായാലും ഒരു നല്ല ഐശ്വര്യത്തോട് തന്നെ കേക്ക് കട്ട് എന്ന് വിചാരിച്ചു. വിളക്കൊക്കെ കത്തിച്ചു, അവിടെ കൊണ്ടുവച്ചു, കേക്കൊക്കെ റെഡിയാക്കി. 2 പേരുടെ ബർത്ത്ഡേ ആരൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് നമ്മുടെ രേഖക്കുട്ടിയാണ്, സെക്കൻഡ് വൺ ഷൻലേട്ടൻ്റെ വൈഫ് ഷബ്ന. ഓക്കെ, ഇങ്ങനെ 2 പേരുടെ കേക്കൊക്കെ റെഡിയാക്കി അവിടെ വെച്ചിട്ടുണ്ട്. ആര് ഫസ്റ്റ് കട്ട് ചെയ്യും എന്നുള്ള കൺഫ്യൂഷനിലാണ് അവരിപ്പോൾ അവിടെ നിന്ന് സംസാരിക്കുന്നത്. പിന്നെ 2 ആളും തീരുമാനിച്ചു, ഓക്കെ, 2 ആൾക്ക് ഒരുപോലെ ഒരുമിച്ച് കട്ട് ചെയ്യാമെന്ന് തീരുമാനിച്ചു. ഓക്കെ, അപ്പോൾ എന്തായാലും ഒരു നല്ല കാര്യം ചെയ്യല്ലേ, നമുക്കൊന്ന് ആരതിയൊക്കെ ഒഴിഞ്ഞാലോ. ആരതിയൊക്കെ ഒഴിഞ്ഞ് ഒരു തുളസിക്കതിരൊക്കെ കയ്യിലൊക്കെ കൊടുത്ത് പ്രസാദമൊക്കെ കൊടുത്തു. എന്നിട്ടാണ് ഇതാ കേക്ക് കട്ട് ചെയ്യുന്നതിലേക്ക് പോകുന്നത്. ഓക്കെ, കേക്ക് കട്ട് ചെയ്തു. പിന്നെന്താ, കേക്ക് കട്ട് ചെയ്താൽ നെക്സ്റ്റ് ആദ്യം പരസ്പരം അവർ കൊടുത്തു. അതിനുശേഷം എല്ലാവർക്കും കേക്കൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. നല്ല കേക്കായിരുന്നു. ഒന്ന് ചോക്ലേറ്റ് കേക്കായിരുന്നു, ഒന്ന് കാരമലായിരുന്നു. നല്ല 2 നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഓക്കെ, അത് കഴിഞ്ഞ് അടുത്ത ഞങ്ങൾ ഗിഫ്റ്റ് കൊടുത്തു. ഗിഫ്റ്റ് ആർക്ക് ഏത് കളർ കൊടുക്കണമെന്ന് ആദ്യമേ ഡിസൈഡ് ചെയ്തില്ല. പിന്നെ ഞങ്ങൾക്കറിയാലോ അവർക്ക് ഏത് കളർ സാരി ഉണ്ട്, ഏത് കളർ ഇല്ല എന്നൊക്കെ അറിയുന്നത് കൊണ്ട് തന്നെ ഇല്ലാതെ ഒരു കളർ വെച്ചിട്ട് കൊടുത്തു. അവൾക്ക് സാരിയൊക്കെ ഇഷ്ടമായി, അതൊക്കെ വെച്ച് നോക്കി മടക്കി വെച്ചു. അപ്പോഴാണ് നമ്മുടെ ഷബനയുടെ കണ്ണൻ ഓടി പിടിച്ചെത്തിയത്. അവന് സ്കൂൾ കഴിഞ്ഞ് വരുന്ന വഴിയായിരുന്നു. നമ്മുടെ കണ്ണൻ വരുമ്പോഴേ കയ്യിൽ ഒരു ബൊക്കെയൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് ലേറ്റായി കേട്ടോ ക്ലാസ് കഴിഞ്ഞ് വരാൻ വേണ്ടിയിട്ട്. അവിടെ ഡ്രംസിൻ്റെ പ്രാക്ടീസ് കഴിഞ്ഞ് വന്നിട്ടാണ് പക്ഷെ അവൻ ബൊക്കെയൊന്നും ഓർഡർ ചെയ്യാൻ മറന്നില്ല കേട്ടോ. തലേന്നേ ഓർഡർ ചെയ്ത് വെച്ച് ഫ്ലവറൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ആ ഫ്ലവർ വെച്ച് രേഖ കുറേ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്തു. അപ്പോൾ നല്ലൊരു ബർത്ത്ഡേ പാർട്ടി ആയിരുന്നു. അതിനുശേഷം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു, ഫോട്ടോസൊക്കെ എടുത്തു, അടിച്ചു പൊളിച്ചു.